ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ ഈ വിദ്വേഷം നിറഞ്ഞ ഈ സിനിമയ്ക്കെതിരായി കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് അതിശക്തമായ ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ന്യായീകരിക്കാൻ വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ഇതിനെയെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ കേരളീയ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. ഇതിനെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായി, ഇത്തരം അപകടകരമായ വംശീയ വിഭജന വർഗീയ അജണ്ടക്കെതിരായി ശക്തമായ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി ഞങ്ങൾ നടത്തും. ഇന്നിപ്പോ ഇവിടെ പ്രതീകാത്മകമായി കുറച്ചാളുകൾ വന്നിട്ട് പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തോടുകൂടി ഇത് അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, ഇങ്ങനെയുള്ള വൃത്തികെട്ട സിനിമ നടക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം.